ആ വിഭാഗങ്ങളിൽ പെടുന്ന താന്ത്രിക വിദ്യകൾ എല്ലാം അത് പെൻഡുലത്തിലുമുണ്ട്. അതിനെല്ലാം ഗ്രേ മാജിക് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലങ്ങ് പെടുത്തും. നമ്മുടെ പെൻഡുലം ഹീലിങ്ങിൽ ഒരു എനർജി ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഏത് വിധത്തിൽ അത് പ്രവർത്തിക്കുന്നുള്ളത് സാമാന്യ ജനങ്ങൾക്കത് അറിയില്ല. അതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദമാക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ എപ്പോഴും പറയും, പെൻഡുലത്തിൽ 5 ഫോൾഡ് എനർജീസ്, 5 തരത്തിലുള്ള എനർജികൾ അത് ഇൻവോൾവ് ആവുന്നുണ്ട്. അത് ഒന്ന് കോസ്മിക് എനർജി, ലൈറ്റ് ഫോമിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള പ്രകാശശക്തി, അതിനെ തന്നെയാണ് ലൈഫ് ഫോഴ്സ് എന്ന് പറയും. പ്രാണിക് ഹീലിംഗുകാർ പറയും, റേക്ക് ഹീൽ എല്ലാം പറയുന്ന ലൈഫ് ഫോഴ്സ് എനർജി, അതാണ് കോസ്മിക് എനർജി. അത് ഒന്ന്. രണ്ടാമത്തെ എനർജി എന്ന് പറയുന്നത് ഭൂമിയുടെ എർത്ത് എനർജി. അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റികൾ വളരെ സപ്പോർട്ടീവാണ്, ഡിസ്ട്രക്റ്റീവുമാണ്. അതിൽ സപ്പോർട്ടീവിൻ്റെ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ ഈ കോസ്മിക് എനർജിയെ ട്യൂൺ ചെയ്ത് പെൻഡുലങ്ങൾ എടുക്കും. അതുപോലെ തന്നെ എർത്ത് എനർജി, ആ മാഗ്നറ്റിക് ഫോഴ്സ് വരുന്ന റേഡിയേഷൻസിനെ പെൻഡുലം അത് സ്വീകരിക്കും. മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഇൻറ്റൻഷൻ, ഹീലറുടെ തോട്ട് ഫോംസ്. അതുകൊണ്ടാണ് അതിൽ നീതി ഉണ്ടായിരിക്കണം, സത്യമുണ്ടായിരിക്കണം, നന്മയ്ക്കായിരിക്കണം. ആ ചിന്തകളാണ് ഒരു ഹീലറിനെ സംബന്ധിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല ചിന്തകൾ. ആ എനർജി തോട്ട് എനർജി പെൻഡുലം എടുക്കും. മൂന്നാമത്തെ എനർജി കഴിഞ്ഞ് നാലാമത്തെ വരുന്നതാണ് വൈബ്രേഷണൽ എനർജി, അതായത് വെർബൽ എനർജി. മന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ പെൻഡുലത്തിൽ നമ്മൾ കമാൻഡുകൾ പറയുന്നു. ഇത് ബൈബിളിനെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ പറയും, നിങ്ങളുടെ നാവിൽ ജീവനും മരണവും ഇരിക്കുന്നു, ഏതിഷ്ടപ്പെടുന്നോ അത് അതിൻ്റെ ഫലം ചെയ്യും. ഇതെല്ലാം ഒരു പ്രിൻസിപ്പിളുണ്ട്. ഇതിൻ്റെ പുറകിലെല്ലാം സയൻറ്റിഫിക്കായിട്ടും വിശ്വാസപരമായിട്ടും എല്ലാം ഇതിനുള്ള ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. അപ്പോൾ ഒരു പെൻഡുലം കമാൻഡ് അത് പറയുമ്പോൾ, പോസിറ്റീവായിട്ട് പറയുമ്പോൾ അതിൽ ജീവനും ആ എനർജിയിടും. അപ്പോൾ 4 എനർജിയായി. അഞ്ചാമത്തെ എനർജി പെൻഡുലങ്ങൾ. ഓരോ പെൻഡുലങ്ങൾക്കും ഇപ്പോൾ നമ്മൾ ഹീബ്രോ പറഞ്ഞുള്ളൂ, കാർണിക് പെൻഡുലങ്ങളുണ്ട്, ഐസിസ് പെൻഡുലങ്ങളുണ്ട്, തുടങ്ങി ധാരാളം ഞാൻ ഒരു 70-ൽ അധികം പെൻഡുലങ്ങളാണ് ക്ലയൻസിന് പഠിക്കാൻ വരുന്നവർക്ക് വയ്ക്കുന്നത്. അതിൽ നിന്ന് അവർ ചൂസ് ചെയ്തെടുക്കണം. പെൻഡുലം യഥാർത്ഥത്തിൽ ഞാൻ കൊടുക്കാൻ പാടില്ല, ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ പാടില്ല, അവർ ചൂസ് ചെയ്യണം. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഞാൻ ഇൻ പേഴ്സൺ ചെയ്യാൻ പറയും. വേറെ ഒന്നിനുമല്ല, പെൻഡുലം അവരുടെ എനർജി സിഗ്നലൈസർ ചെയ്ത് പിക്ക് ചെയ്യണം. അതിനുശേഷം ധാരാളം പെൻഡുലങ്ങൾ പിന്നെ അവർക്ക് വാങ്ങാം. പക്ഷേ അവർ ഫസ്റ്റ് ചോയ്സ് അവർ ധാരാളം പെൻഡുലങ്ങളിൽ നിന്ന് ഒരു പെൻഡുലം എടുക്കണം. കാരണം ആ പെൻഡുലമാണ് അവരുടെ നിയോഗം, ഏത് ഹീലറാണ് അവർ, ഏത് ഏരിയയിലാണ് അവരുടെ സ്പെഷ്യലൈസേഷൻ എന്നുള്ള സെലക്ഷൻ നടക്കുന്നത് അവർ പെൻഡുലം എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ 5 തരത്തിലുള്ള എനർജികളും കൂടി ഇൻഫ്യൂസ്ഡ് ആയിട്ടാണ് ആ ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ ക്രിസ്റ്റൽസ് ചെയ്യുന്നുണ്ട്, ഞാൻ ബ്രാസ് പെൻഡുലംസ് ഉണ്ട്, വുഡൻസ് ഉണ്ട്. വുഡനിൽ തന്നെ ഏറ്റവും പോസിറ്റീവ്, നമ്മൾ പറയും ഗ്രേയിലും പോയില്ല, ബ്ലാക്കിലും പോകാത്ത ഏറ്റവും സേഫ്. പല സ്റ്റുഡൻസിനും ഹീബ്രൂ പെൻഡുലത്തിനോട് താല്പര്യം അതാണ്. ഒരു കർമ്മദോഷവും ഒരു നെഗറ്റീവ് ഇൻറ്റൻഷനും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ബാക്കി പെൻഡുലങ്ങളെല്ലാം എല്ലാ ഇൻറ്റൻഷൻസിനും അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അത് ബ്ലാക്കിലേക്കും ഗ്രേയിലേക്കും വൈറ്റിലേക്കും മാറുന്നത്. പക്ഷെ ആരെന്ത് ചെയ്താലും അവരവരുടെ കർമ്മഫലങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും, ഒരിക്കലും ഗ്രേയിലേക്കോ ബ്ലാക്കിലേക്കോ പോകരുത്. നിങ്ങളുടെ ഇൻറ്റൻഷൻസ് സത്യമായിരിക്കണം. ഇൻറ്റൻഷൻസ് ശരിയല്ലെങ്കിൽ നിങ്ങൾ പെൻഡുലം തുടരുത്. ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എല്ലാ രീതിയിലും ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ നൈഫിൻ്റെ കാര്യമാണ്. കത്തി ഉപയോഗിക്കുന്നത് ഓരോ ആൾക്കാരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ മനോധർമ്മത്തിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഫലം അവരവർ വഹിക്കുക എന്നുള്ളതാണ്. എത്രയൊക്കെയാണ് നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് 3 എണ്ണം കിട്ടിയത്. അതിലൊന്ന് നമ്മുടെ എപ്പോഴും പ്രസരിപ്പ് കൂട്ടാനും ധൈര്യം കിട്ടിയാണ്. അതല്ലേ സ്വന്തം ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഞാൻ ചെയ്തു തരുമ്പോൾ ഇപ്പം സ്വന്തം കിട്ടിയപ്പോൾ നമുക്ക് കൂടുതൽ വിശ്വസിക്കാം. ഞാൻ ചെയ്തു തരുമ്പോൾ അത് ഇനി എന്തെങ്കിലും മന്ത്രവാദം ഉണ്ടോ, ഇതിൽ എന്തെങ്കിലും മൈൻഡ് റീഡിങ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ മെന്റലിസ്റ്റൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ട്രിക്കുകളാണ്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് പല പല ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ പോകുമല്ലോ. അപ്പം സബ് കോൺഷ്യസിൽ കിടക്കുന്നതും കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതും കാര്യങ്ങളെല്ലാം ക്ലാഷസ് വരും. അപ്പോൾ ചിലപ്പോൾ അത് ഒരു ക്ലാരിറ്റി
വരുമോ എന്നുള്ളൊരു സംശയം. ഇല്ല, സ്റ്റാർട്ടിങ്ങിൽ കറക്റ്റായിട്ട് കിട്ടി. അതിനുശേഷം പെൻഡുലം തന്ന് ഹീലിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളറിയാത്ത ഒരു ആങ്സൈറ്റിയും എല്ലാം കൂടി വരും. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യും. അതാണ് നമ്മൾ പഠിക്കണം. കാണുമ്പോൾ ഒരുപാട് പേര് ചിന്തിക്കും ഇതൊക്കെ വെറുതെ നമ്മളെ കാണിച്ച് പറ്റിക്കാണോ, ഞാനായിട്ടൊന്ന് നീക്കുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നേരത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ധാരാളം ഉണ്ട്. നമുക്കേ അറിയാവൂ ഇത് ചെയ്യുന്നത് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുകയാണെന്നും ഇതിൽ യാതൊരു ഗിമിക്സ് ഇല്ലെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കാണുന്നവർ വിചാരിക്കും നമുക്കൊരു വീഡിയോയിലൂടെ അത് കാണിക്കുന്ന. എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ റൂമിൽ എനർജി ചെക്ക് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് എല്ലാ മതത്തിലുള്ളവരും ഉണ്ട്. അപ്പോൾ ചില മതവിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില സൈനുകളുണ്ട്. അത് ഞാൻ വരപ്പിക്കും അവരെ കൊണ്ട്. കുരിശ് വരപ്പിക്കും, ഓംകാരം വരപ്പിക്കും, ചന്ദ്രക്കല വരപ്പിക്കും. എന്നിട്ട് ഞാൻ എല്ലാവരോടും അതിൻ്റെ എനർജി അസസ് ചെയ്യാൻ പറയും. അപ്പോൾ അവർക്ക് മനസ്സിൽ ആ സിമ്പിളായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അറ്റാച്ച്മെൻ്റ് ഉള്ളതിനോട്, ഇപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, ഓംകാരത്തിനോട് ഇഷ്ടമാണ്, അതിൻ്റെ എനർജി എനിക്ക് കൂടുതൽ വരാം. അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. പക്ഷേ കുരിശായിട്ടൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ്, ഞാൻ നോക്കാൻ പറയും. നോക്കിയിട്ട് പറയും സാർ ഇതിന് ശക്തിയുണ്ട്. ഞാൻ പറയും ചന്ദ്രക്കല നോക്കാൻ പറയും. ഓരോ സ്ഥലങ്ങളും ശബരിമല നോക്കാൻ പറയും, മലയേറ്റുമല നോക്കാൻ പറയും. വിശുദ്ധ വ്യക്തികളുടെ, ഞാൻ പേരുകൾ പറയണില്ല, ഓരോ വലിയ വിശുദ്ധമായി ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ അവരൊക്കെ നോക്കാൻ പറയും. അവരുടെ എനർജി ഏതില്ല നോക്കാൻ പറയും, അവർ ഓറ നോക്കാൻ പറയും, അവർ വശീകരണം ചെയ്യേണ്ടോ നോക്കാൻ പറയും. എല്ലാം സ്കാൻ ചെയ്യിക്കുക. അവരതിശയിച്ചോ, അവർ നോക്കിയിട്ട് ഒരു സാറ് ഇതൊക്കെ സത്യമാണല്ലോ എന്ന് അവർ പറയും. അപ്പം ഞാനിത് സത്യമാണ്, സെറ്റാണെന്ന് പറഞ്ഞേക്കാളും നല്ലത് ഇപ്പോൾ മാഡത്തിൽ ഇത് ചുരുങ്ങിയ സമയത്തിൽ എടുത്ത പോലെ. ഇപ്പം ഒരു കാര്യം ഇപ്പോൾ പ്രേക്ഷകർക്കും അറിയാം, യെല്ലോ എടുത്തു, യെല്ലോ ആണ് ഇട്ടിരിക്കുന്നത്, യെല്ലോ ആണ് മാച്ചിങ്. ഞാനെടുത്ത് തന്നതല്ല, ആ കൂട്ടത്തിൽ നിന്ന് അത്രയും എടുത്തിട്ട് ഒരു യെല്ലോ കളറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ലിങ്ക് ആയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഞാൻ പോലും പിന്നെ ശ്രദ്ധിച്ചു എന്തിലാണ് യെല്ലോ വന്നതെന്ന് ഞാൻ നോക്കുമ്പോഴാണ് ഷോളും ഇയർ റിങ്സും ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, അപ്പോൾ അതിൽ കഴിയുന്ന നമ്മുടെ എനർജി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ കളർ തെറാപ്പി പഠിക്കുന്നവർക്കറിയാം, നമ്മുടെ ന്യൂമറോളജി ചെക്ക് ചെയ്യുമ്പോൾ പറയും ഇന്ന കളർ നിങ്ങൾക്ക് നല്ലതാണ്, ഇന്ന കളറിട്ട് നിങ്ങൾ ഡള്ളാവും, നിങ്ങളുടെ ഓറയെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ചില കളറ് ചിലർ ഉപയോഗിക്കരുത്, ചില കളറ് അവരുടെ നല്ല കളറാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ എപ്പോഴും സ്വയം അനുഭവിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ ഹീലിംഗ്, ഇപ്പോൾ ഹസ്ബൻഡിനെ ഹീൽ ചെയ്ത ആൾക്കാരുണ്ട്, പല വിഷയങ്ങളിൽ ഹീൽ ചെയ്യുന്ന ആൾക്കാർ എന്നോട് ചോദിച്ചു, ഞാൻ അത്രയും ചെയ്യരുതെന്ന് പറയും. ഇല്ല ഞാൻ ചെയ്തു, പക്ഷെ അതിൻ്റെ എഫക്റ്റ് അപ്പം തന്നെ ഉണ്ടായെന്ന് പറയും. അത് ബ്ലാക്ക് മാജിക്കാണ്. നമ്മൾ നേരത്തെ ബ്ലാക്ക് മാജിക്ക് പറഞ്ഞിട്ട് വിട്ടുപോയിട്ടില്ല. അതായത് ഒരാളുടെ സ്വതന്ത്രമായ മനസ്സിനെ എതിരെ ചെയ്യുന്നത് ബ്ലാക്ക് മാജിക്കിൽ പെടും, അയാളുടെ വില്ലിനെതിരെ. ഇപ്പോൾ ഹീലിംഗ് ചെയ്യുമ്പോൾ പോലും ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ ഹീൽ ചെയ്യരുത്. നമുക്ക് ചെയ്തു കൊടുക്കാം, രോഗസൗഖ്യത്തിന് ചെയ്തു കൊടുക്കാം. പക്ഷേ ഒരു വ്യക്തിക്ക് ആ രോഗം മാറാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ബ്ലാക്ക് മാജിക്കായിട്ട് വരും. സദുദ്ദേശത്തിലാണെങ്കിൽ ഇപ്പോൾ മദ്യപാനം, ഒരു ഉദാഹരണം പറയാം. ചില ആൾക്കാർ വന്നിട്ട് പറയും മദ്യപാനം നിർത്തി കൊടുക്കാമോ. നമുക്ക് ബൈൻഡിങ് എന്ന് പറഞ്ഞ, ബന്ധിക്കുക എന്ന് പറഞ്ഞ ഒരു ക്രിയയുണ്ട്. ചക്രങ്ങൾ ബന്ധിക്കാൻ പറ്റും. അത് നല്ല കാര്യത്തിനും ചെയ്യും, ചീത്ത കാര്യം ചെയ്യും. ഇപ്പോൾ ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എൻ്റെ 3rd ലെവൽ 4th ലെവൽ പഠിക്കുമ്പോൾ പറയും ഡൊമസ്റ്റിക് വയലൻസിന് നിങ്ങൾ പെൻഡുലം തെറാപ്പി ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നിയമം എന്ത് പറയുന്നു അത് നിങ്ങൾ ചെയ്യും. ഇതൊരിക്കലും ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിനോ എതിരല്ല, അതിന് സബ്സ്റ്റിറ്റ്യൂട്ടും അല്ല. അപ്പോൾ നമ്മൾ പറയുന്നത് എനർജി ഹീലിംഗ് ഇതെല്ലാം പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചേഞ്ചസ്. എനിക്ക് ധാരാളം സൈക്കാട്രി മെഡിസിൻ എടുക്കുന്ന ക്ലയൻസ് വരാറുണ്ട്. ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും. അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹീലിങ്ങിൽ വന്ന ശേഷം ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും. അടുത്ത ചോദ്യമാണ് ഈ മരുന്ന് നിർത്തിക്കോട്ടെ എന്ന്. ഞാൻ പറയും എനിക്ക് നിർത്താൻ അനുവാദമില്ല. നിങ്ങൾ ഡോക്ടർ തന്നെ സ്ഥിരം കാണുക, ഡോക്ടർ അതിൻ്റെ ഡോസേജ് കുറച്ച് കൊണ്ടുവരും. കാരണം ഡോക്ടറിന് ബോധ്യപ്പെടണം ഇത്രയും ഹെവി ഡോസസ് ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ആ ചേഞ്ചസിലേക്ക് നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവർക്ക് നിരാശ വരും, എനിക്ക് സുഖമായി. ഇല്ല, കാര്യമില്ല. കാരണം 10-20 വർഷമായിട്ട് മരുന്നിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി ആ മരുന്ന് പെട്ടെന്ന് നിർത്തുമ്പോൾ വീണ്ടും എനർജി ഇംബാലൻസസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കരുതരുത്. അതെപ്പോഴും മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രാക്ടീസും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ ഡോസേജുകൾ കുറയ്ക്കാനും കാലക്രമേണ ഒരു മെഡിക്കൽ
ഡോക്ടറിൻ്റെ ഉപദേശത്തിൽ നിങ്ങൾക്ക് മരുന്ന് ഉപേക്ഷിക്കാൻ പറ്റും, അതാണ് നല്ലത്. അല്ലാതെ ഹീലറിൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ചെയ്യരുത്. ഞാനാണെങ്കിൽ പറയില്ല, മറ്റൊരു ഹീലറാണെങ്കിൽ നിങ്ങൾക്ക് എനർജിയിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കിട്ടും, ഹീലിങ്ങുകൾ കിട്ടും. പക്ഷേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ആ ഡോക്ടറിനെ കണ്ട് നിങ്ങൾ ഡോക്ടർ റെഡ്യൂസ് ചെയ്യാതെ നിങ്ങൾ സ്വയമായിട്ട് റെഡ്യൂസ് ചെയ്യുകയോ നിർത്തലാക്കുകയോ ഒരിക്കലും ചെയ്യരുത്. കാരണം ഇതൊക്കെ പലപ്പോഴും നല്ല സുഖം കിട്ടിത്തുടങ്ങി എൻ്റെ അടുത്തും പിന്നെ വരില്ല, ഡോക്ടറിൻ്റെ അടുത്തും പോവില്ല, വളരെ വഷളായിപ്പോവും. അപ്പോൾ ചിലവർ പിണങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സുഖമാണ്, ഡോക്ടറിൻ്റെ അടുത്ത് മരുന്ന് കഴിച്ചേക്കാൾ എന്നെ പൊക്കിയൊക്കെ പറയും. ഞാനൊക്കെ ശരിയാണ്, ആ ഡോക്ടറെ കണ്ടോളൂ, ആ ഡോക്ടറിന് ബോധ്യപ്പെടട്ടെ, പറഞ്ഞോ ഞാൻ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, ഈ മെഡിറ്റേഷനും ഹീലിങ്ങുകളും ചെയ്യുന്നുണ്ട്, ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ചിലർ കളിയാക്കും, ചിലരൊന്നും മിണ്ടില്ല. എൻ്റെ വേറൊരു എക്സ്പീരിയൻസിൽ ഒരു കൊച്ച് ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് ഗൾഫിൽ നിന്ന് വന്നു, പഠിക്കാൻ വന്നു, 3 പിള്ളേരുള്ളതിൽ 2 പിള്ളേരും പോയി. ഈ കൊച്ച് വളരെ പ്രശ്നമായിട്ട് എൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് ഹിപ്നോതെറാപ്പിക്ക് വന്നപ്പോൾ സാറിനെ കാണാൻ മുന്നേ എൻ്റെ അടുത്ത് വന്നതാണ്. വന്നു കഴിഞ്ഞ് കൊച്ചിന് ഫസ്റ്റ് സെഷൻ തന്നെ കൊച്ച് ഭയങ്കര റിലീസായി. കൊച്ച് അമ്മയോട് പറഞ്ഞത്, അമ്മ പുറത്ത് ഹോസ്പിറ്റലിൽ നഴ്സാണ്, സൈക്കാട്രി വാർഡിൽ നഴ്സാണ്, മകൾക്ക് സൈക്കാട്രി മെഡിസിൻ കൊടുക്കേണ്ട സിറ്റുവേഷനാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു മരുന്ന് കൊടുക്കണം, വാർഡിൽ സൈക്കാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത മോശമാണ്, 17 വയസ്സായിട്ടുള്ളൂ, ചിൽഡ്രൻസ് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കാണാൻ പറഞ്ഞു കൊടുത്തു. അതേപോലെ പറഞ്ഞു. ആ സൈക്കാട്രി പറഞ്ഞു, ഈ കണ്ട സൈക്കോളജിസ്റ്റ് മിടുക്കനാ, കുഴപ്പമില്ല, കറക്റ്റ് പ്ലാൻ ചെയ്യും. കാരണം ഒരു സൂയിസൈഡിൻ്റെ പോയിന്റിലാണ് ആ കൊച്ച് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എനർജി ഹീൽ ചെയ്ത് രക്ഷിക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ വേണ്ടതൊരു സെക്യൂർഡ് സ്ഥലം ആദ്യം വേണം, അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വേണം, പ്ലസ് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മേൽനോട്ടം വേണം. അത് പ്ലാൻ ചെയ്ത് കൊടുത്തു. അതിൽ നിന്ന് റിക്കവർ ചെയ്തപ്പോൾ കൊച്ച് ആദ്യം വെച്ച് ഡിമാൻഡാണ് ഏറ്റവും രസകരം, എൻ്റെ പപ്പേനെ ആ ഡോക്ടറിൻ്റെ അടുത്ത് വിടണം. അമ്മയോട് പറഞ്ഞ്, പുള്ളിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, ഒന്നുമില്ല, എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിരുന്ന് എല്ലാം കണ്ടു. യഥാർത്ഥ കുറ്റക്കാരൻ പുള്ളിയാണ്, അത് പുള്ളി സംഭവിക്കില്ല. ആ പുള്ളീനെ ഞാൻ ഹീൽ ചെയ്തു. ആ പുള്ളി പെൻഡുലം ഹീലിംഗ് ഒക്കെ അറിയാം, ഓ ഇത് അച്ഛന്മാരൊക്കെ ചെയ്യാറുണ്ട്, എനിക്കറിയാം, നല്ലതാണ്, ഭയങ്കരമായിട്ട് എന്നെ പൂഴ്ത്തി പറഞ്ഞു. പുറത്തിറങ്ങിയ ശേഷം നേരെ തിരിച്ചു പറഞ്ഞു, ഭാര്യ എന്നെ വിളിച്ചു പറഞ്ഞു, അയാൾ മന്ത്രവാദിയാണ്, അയാൾ എന്തോ മന്ത്രവാദമൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട്. അതെല്ലാം കേൾക്കാം, ഇതെല്ലാം നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ചില കള്ളത്തരങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അതവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുള്ളിയുടെ പേരൻറ്റിങ് വളരെ മോശമായിരുന്നു കൊച്ചിനോടുള്ള ബന്ധത്തിൽ. കൊച്ചിന് വീട്ടിൽ പോകാൻ ഭയമാണ്, അപ്പനെ കാണാൻ പേടിയാണ്, പല ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. പഠിക്കാൻ അതിന് എൻജിനീയറിങ്ങിന് വളരെ വർക്ക് ലോഡായി. 2 കൂടെ ഉണ്ടായ കൊച്ചുങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഇതിൻ്റെ എല്ലാം പ്രഷർ കൂടി അത് സമനില തെറ്റി നിൽക്കുന്നൊരു പോയിന്റിലാണ് എൻ്റെ അടുത്ത് കാണുന്നത്. അപ്പോൾ എനിക്ക് ഷോർട്ട് ടൈം 2 സെഷൻ മാത്രമേ ചെയ്തുള്ളൂ. അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒന്നും തോന്നരുത്, ഞങ്ങൾക്ക് വേണം, സാർ എങ്ങനെയെങ്കിലും രഹസ്യമായിട്ടെങ്കിലും മോളൊന്ന് അപ്പോയിൻമെൻറ്റ് കൊടുക്കണം, പുള്ളിക്കാരനെതിരാണ്. ഞാൻ കാര്യമില്ല, അത് മറ്റൊരു ഇതിലേക്ക് പോകും, താല്പര്യകൂടെ വന്നാൽ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ബലാത്കാരമായിട്ട് പുള്ളിയെ നമ്മൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ എഗെയിൻസ്റ്റ് വില്ലാണ്. അതാണ് ഞാൻ പറയാൻ വേണ്ടി ഈ സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എഗെയിൻസ്റ്റ് വില്ലാണ്, നമുക്കത് ചെയ്യാനായിട്ട് യാതൊരു അധികാരമില്ല. അത് ചെയ്യുമ്പോൾ ഞാൻ ബ്ലാക്ക് മജീഷ്യനായി. അതിലാണ് ഞാൻ മറ്റൊരു ഉദാഹരണം പറയും. ഒരു കത്തിയുടെ ആവശ്യം ഷാർപ്നെസ്സാണ്, നല്ല മൂർച്ച വേണം. അതൊരു ഡോക്ടറിൻ്റെ സർജൻ്റെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം ഒരു സർജറി നടത്തി ഒരു ലൈഫ് സേവ് ചെയ്യും. ഒരു ക്രിമിനലിൻ്റെ കയ്യിൽ കിട്ടിയാൽ അതേ കത്തി കൊണ്ട് ജീവൻ നശിപ്പിക്കും. അപ്പോൾ കത്തി കുറ്റക്കാരനല്ല. അതുപോലെ പെൻഡിലം ഒരിക്കലും കുറ്റക്കാരനല്ല. അപ്പോൾ പെൻഡിലങ്ങൾ കൊണ്ട് വൈറ്റ് മാജിക് ചെയ്യാം, ഗ്രേ മാജിക് ചെയ്യാം, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നത്, അതിൽ വശീകരണമൊക്കെ പെടും. ബ്ലാക്ക് മാജിക് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്താലും അതിൻ്റെ എനർജി എക്സ്ചേഞ്ച്, നമ്മളതിൻ്റെ കർമ്മബലം എന്ന് പറയും, അത് അനുഭവിക്കുക തന്നെ ചെയ്യണം. പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ കർമ്മബലം കിട്ടും, അനുഗ്രഹങ്ങൾ കിട്ടും. ന്യൂട്രലായിട്ട് ഗ്രേ ചെയ്യുന്നതിൻ്റെ ആവശ്യം പറഞ്ഞു തരാം. ഗ്രേ മാജിക് എന്ന് പറയുമ്പോൾ പലർക്കും അറിയാത്തൊരു ഏരിയയാണ് എന്താണ് ഗ്രേ മാജിക്. കാരണം വൈറ്റ് പലർക്കും അറിയാം, പ്രാർത്ഥനകളാണ്, നേർച്ചകൾ, കാഴ്ചകളൊക്കെ നല്ലതിന് വേണ്ടിയിട്ടുള്ളത് വൈറ്റ് മാജിക് കാറ്റഗറിയിലാണ്. അതിനെതിരെ ചെയ്യുന്നതെല്ലാം ബ്ലാക്ക് മാജിക്ക് മനസ്സിലാക്കി. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒന്നാണ് ഗ്രേ മാജിക്. ഗ്രേ മാജിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ബ്ലാക്ക് ഉണ്ട്. അത് എപ്രകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൃഗം, നമ്മുടെ ഒരു വളർത്തു മൃഗത്തിനെ ആക്രമിക്കാൻ വന്നു.
നമ്മൾ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന മൃഗത്തിനെ ഒരു വടിയെടുത്ത് അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. ആ ചെയ്യുന്നൊരു ദ്രോഹമാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആ മൃഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി ആക്രമിക്കാൻ വരുന്നവനെ ഒരു ചെറിയ അടി കൊടുക്കലാണ് ഗ്രേ മാജിക്. ന്യൂട്രൽ എന്ന് പറയാൻ പറ്റില്ല. ന്യൂട്രൽ ഉണ്ട്, അത് വേറെയാണ്. 4 കാറ്റഗറി ഉണ്ട് നമുക്ക്. ന്യൂട്രൽ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഈ ഗ്രേ ആൾക്കാർക്ക് എപ്പോഴും മനസ്സിലാകാത്ത ഒന്നാണ്. അപ്പോൾ ഒരു രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നീതി, ഇപ്പോൾ നമ്മുടെ പോലീസുകാരൻ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ രാജ്യരക്ഷ സൈനികർ അതിർത്തിയിൽ ഒരാൾ വെടിവെച്ച് കൊന്നാൽ അത് കുറ്റമല്ല, രാജ്യത്തെ സംരക്ഷിച്ചു. പക്ഷേ അയാൾ ചെയ്തൊരു കൊലപാതകമാണ്. അപ്പോൾ കൊലപാതകത്തിൻ്റെ കാറ്റഗറിയിൽ കൊലപാതകം ചെയ്തു, കൊലപാതകയാണ്. പക്ഷേ രാജ്യം രക്ഷിക്കാൻ വേണ്ടി ഔദ്യോഗികമായ ഒരാൾ അത് ചെയ്തപ്പോൾ അത് അദ്ദേഹത്തിന് ബഹുമാനം കിട്ടുള്ളൂ. പ്രപഞ്ചബോധത്തിൽ ഇതുപോലെയാണ്. ചില നശീകരണ ശക്തികളുണ്ട്, ഡോമിനേറ്റിംഗ് മാനിപ്പുലേറ്റിംഗ് പവേഴ്സ് ഉണ്ട്. നമുക്ക് അതിലേക്കൊക്കെ പറഞ്ഞാൽ വളരെയധികം നീണ്ടുപോകും. വേറൊരു അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ അപ്രകാരം വരുന്ന ചില ഡോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചില ശക്തികളെ തടയുമ്പോൾ അടിച്ചുകൊണ്ട് തടയേണ്ടി വരും. അവിടെ ഒരു സംഘട്ടനമുണ്ട്. ആ വിഭാഗങ്ങളിൽ പെടുന്ന താന്ത്രിക വിദ്യകൾ എല്ലാം അത് പെൻഡുലത്തിലുമുണ്ട്. അതിനെല്ലാം ഗ്രേ മാജിക് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലങ്ങ് പെടുത്തും. ഇത്രയും വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു തുടങ്ങിയെടുത്തുനിന്ന് ഇപ്പം എത്രയോ എത്തിക്കഴിഞ്ഞാൽ ഇനിയും പറയാൻ എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു. അതിനിപ്പം വേറൊരു അവസരത്തിലാവാം. എന്തായാലും സാർ എറണാകുളത്തുനിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഒരുപാട് അറിവുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹീബ്രു അല്ലേ പെൻഡുലം അതാണെങ്കിലും പിന്നെ പെൻഡുലം ഹീലിംഗ് തെറാപ്പിയും പിന്നെ ബ്ലാക്ക് മാജിക്കിനെ പറ്റിയാലും ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ഇതെല്ലാം വിശദമായി സംസാരിച്ച് കാര്യങ്ങൾ നമുക്കൊരു അനുഭവ യോഗ്യമാക്കി തന്നതിന് വളരെയധികം നന്ദി. പിന്നെ സാറിൻ്റെ സെൻറ്ററിലേക്ക് ഇപ്പം അവിടെ ഹീലിങ്ങിനായിട്ട് പോകാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇത് ഹീബ്രു പെൻഡുലം ഇതിനെപ്പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ സാറിനെ നേരിട്ട് വിളിക്കുക. ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ താഴെ കൊടുത്തേക്കും. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.